ഹായ് കൂട്ടുകാരെ, ഇത് രാജീവാണ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു മഷ്റൂം തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന മഷ്റൂം എന്ന് പറഞ്ഞാൽ ബട്ടൺ മഷ്റൂം എന്ന് പറയുന്ന സാധനമാണ്. ഇത് നമ്മുടെ അടുത്തുള്ള എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഈ സാധനം ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മളിത് ക്ലീൻ ചെയ്യാൻ പോകണം. മഷ്റൂം എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. അതിൻ്റെ തൊലി കളഞ്ഞിട്ട് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം. പെട്ടെന്ന് തൊലിയൊക്കെ ഉരിഞ്ഞു വരും. അതിൻ്റെ നമുക്ക് പെട്ടെന്ന് ഓഫീസിൽ നിന്നൊക്കെ വന്നിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമ്മൾ മഷ്റൂം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് നന്നായിട്ട് വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട വെള്ളത്തിൽ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. നമ്മൾ കഴുകി വൃത്തിയാക്കി മഷ്റൂം എടുത്തു. അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു 4 പച്ചമുളക് വേണം, പിന്നെ സവാള ഒരു 3. നമ്മളിപ്പോൾ ചെറുതായതുകൊണ്ടാണ് 3 എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ വലിയ സവാളയാണെങ്കിൽ ഒരു 2 മതി. പിന്നെ കുറച്ച് തേങ്ങയും വേണം, പിന്നെ കറിവേപ്പില വേണം. ഇത്രയും സാധനങ്ങൾ മതി നമുക്ക് ഈ തോരൻ ഉണ്ടാക്കാൻ വേണ്ടി. മഷ്റൂം നമ്മൾ ഇനി അരിയാൻ പോവാണ്. ഇപ്പം വീഡിയോ കണ്ടോളൂ എങ്ങനെ അരിഞ്ഞെടുക്കുന്നത്. നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. തോരന് വേണ്ടി ആയതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കും. എരിവൊക്കെ കൂടുതൽ വേണമെങ്കിൽ ആവശ്യത്തിന് മുളക് ചേർക്കാം കേട്ടോ. നമ്മളിപ്പോൾ 4 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. മഷ്റൂം അരിഞ്ഞ് എടുത്തിട്ടുണ്ട് നമ്മൾ തോരൻ വയ്ക്കാൻ വേണ്ടിയുള്ള. നമ്മുടെ സവാള ഇനി കൊത്തി അരിയുവാണ്. കൊത്തി അരിഞ്ഞ് അതിനോട് മിക്സ് ചെയ്ത് എടുക്കണം. ഇതുപോലെ കൊത്തി അരിയണേ. ഈ പച്ചമുളകും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിടുക. ഇതുപോലെ അരിഞ്ഞിടുക. അപ്പോൾ നമ്മളതെല്ലാം കൊത്തി അരിഞ്ഞ് എല്ലാം ചേർത്ത് വെച്ചു. ഇനി അതിൻ്റെ കൂടെ നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുന്നു. കുറച്ച് തേങ്ങ എടുത്താൽ മതി. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കും. നമ്മൾ അതിനൂടെ നമ്മൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നു. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കേണ്ടത്. അതിൻ്റെ കൂടെ ഉപ്പും ചേർത്ത് കൊടുക്കുന്നു. ഉപ്പ് നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം ആദ്യം, പിന്നെ നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് കൂടുതൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം, ഇളക്കിയെടുക്കണം. അപ്പോൾ എല്ലാത്തിലും ഒന്ന് മഞ്ഞൾപ്പൊടി ഉപ്പും എല്ലാം ഒന്ന് പിടിക്കും. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിപ്പോൾ അത് നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. മിക്സ് ആക്കിയിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ കുക്ക് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ പാൻ എടുത്ത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. സ്റ്റൗ ചൂടാകുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ്. നമ്മുടെ എണ്ണ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത സാധനങ്ങൾ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇതിൽ സാധനം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അത് അടച്ചു വെച്ച് വേവിക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് എണ്ണയുമായിട്ട് നന്നായിട്ട് മിക്സ് ആകാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ നന്നായി മിക്സ് ചെയ്തത് എന്നിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് മീഡിയം തീയിൽ വേവിക്കണം. 2 മിനിറ്റ്. ഇപ്പോൾ നമ്മുടെ മഷ്റൂം തോരൻ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിൽ കുറച്ച് വെള്ളം കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് തുറന്ന് വെച്ചിട്ട് ചെറിയ തീയിൽ അത്
വറ്റി വരുന്നിടം വരെ ചെറിയ തീയിൽ ഓപ്പണാക്കി വെച്ചിട്ട് വേവിക്കുക. അപ്പോൾ നമ്മുടെ മഷ്റൂം തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം അത് ടേസ്റ്റൊക്കെ നോക്കി ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ.